കഴിഞ്ഞിട്ട് പണ്ടത്തെ കാലത്താണെങ്കിൽ എല്ലാവരും ജോയിൻറ്റ് ഫാമിലി ആയിട്ട് എന്താ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും പോയി താമസിക്കുക. ഇപ്പോഴത്തെ ഒരു സെനാരിയോ നോക്കുകയാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എന്താ ന്യൂലി വെറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കലാണ് പതിവ്. അതൊരു എന്താ കസ്റ്റമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ നല്ലത്? ഇങ്ങനെ മാറുന്നതാണോ നല്ലത്, അതോ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് നിൽക്കുന്നതാണോ നല്ലത്? ഡിപ്പെൻസ് ആണ്. ഒന്ന് രണ്ടെന്ന് പറയുന്നത് നമ്മൾ പഴയ ഒരു കൺസെപ്റ്റ് ആയിരുന്നു കല്യാണം കഴിക്കുമ്പോഴൊരു ഫാമിലി കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. പക്ഷേ മാരേജസ് ബിറ്റ്വീൻ ടു ഇൻഡിവിജ്വൽസ്, രണ്ട് വ്യക്തികളാണ് പെണ്ണും തമ്മിലുള്ള വിവാഹമാണ്. അവർ രണ്ടുപേരും തീരുമാനിക്കുകയാണ് നമ്മളിപ്പം ഇങ്ങനെ ഒരു പ്രത്യേക വീടെടുത്ത് താമസിക്കുകയാണെങ്കിൽ അത് അവരുടെ വഴിക്ക് വിടുക. അത് അവരുടെ തന്നെ ചോയ്സാണ്. അവരങ്ങനെ ആവണമെങ്കിൽ അവർ ഹാപ്പിയാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവരെ വഴിക്ക് വിടുക. പിന്നെ ഈ പാരൻസിനെ നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലിയിൽ ചിലർക്ക് വന്നിട്ട് ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിക്കാൻ ഇഷ്ടമുള്ള പെൺകുട്ടികളുണ്ട്, തിരിച്ചും ജീവിക്കണം ഇഷ്ടം. ഇപ്പോൾ പെണ്ണ് അങ്ങോട്ട് തന്നെ പോയി ജീവിക്കണമെന്നൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചിട്ടില്ല. ചെറുക്കനും വേണമെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവരങ്ങനെ ആഗ്രഹിക്കുക. പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും നീയാണ് നോക്കേണ്ടത് എന്ന് വെച്ചാൽ ഇന്നലെ കയറി വന്ന പെണ്ണ് നീയാണ് നോക്കേണ്ടത്. ഈ നോക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ ഇങ്ങനെ നോക്കേണ്ടതല്ല. അതിപ്പം അച്ഛനും അമ്മയും നോക്കേണ്ട ഉത്തരവാദിത്വം ആദ്യം മക്കൾക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് ഇൻലോസിനുമാണ്. ചില സമയത്ത് മക്കളില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇൻലോസ് നോക്കണം. ഈ നോക്കൽ എന്ന് പറയുന്നത് അവർക്കൊരു നീഡ് വരുമ്പോഴാണ്. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുക, രാവിലെ ചായ കൊണ്ട് കൊടുക്കുക, അച്ഛാ അത് കഴിച്ചാൽ, അങ്ങനെയല്ല നോക്കലെന്ന് പറയുന്നത്. അവരുടെ കാര്യങ്ങൾ നോക്കട്ടെ, അവരുടേതായിട്ടുള്ള ലൈഫ് നോക്കട്ടെ. അവർക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ പ്രശ്നം വരിക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി വീക്ക് ആവുക, അവരൊരു ഇഷ്യൂസിലേക്ക് പെടുമ്പോഴേക്കും ഇവർ അവരുടേതായിട്ടുള്ള സഹായം ചെയ്യുക. അതിനെയാണ് ശരിക്കും നോക്കലെന്ന്. പക്ഷെ നമ്മുടെ നാട്ടുകാരെന്താ പറയണേ, ഫൈഹം പെണ്ണ് കെട്ടിയിട്ട് ഞങ്ങളെ നോക്കാതെ മാറിപ്പോയി താമസിച്ചു എന്ന് പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവർ വരുന്നുണ്ടോ ഇല്ലയോ, അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ പിള്ളേരെ ഇങ്ങനെ പിടിച്ചു വെക്കരുത്. അവർ രണ്ടുപേരും മാറി താമസിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഒരമ്മയാണല്ലോ, നീ ഇപ്പോൾ 21 ഇയേഴ്സായി, നാളെ നീ കല്യാണം കഴിച്ചിട്ട് നീ വേറെ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അതല്ലാതെ അമ്മയെ നോക്കണം, അമ്മയെ നോക്കണ്ട, അമ്മയൊന്നും നമ്മൾ അങ്ങ് വെറുതെ വിട്ട് നമ്മുടെ നാട്ടിൽ ലൈഫിൽ നമ്മൾ ജീവിക്കുക. നമ്മുടെ പ്രായം ഇത്രയായി, നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുക. അങ്ങനെയാണ് പാരൻസ് എല്ലാം ചിന്തിക്കേണ്ടത്. അല്ലാതെ പാരൻസ് ഭയങ്കരമായിട്ട് ഞാൻ ഇത്രയും നാൾ നിന്നെ വളർത്തി പഠിപ്പിച്ചു ഇത് ചെയ്തു, അത് കാരണം നീ എന്നെ നോക്കണം. ഈ നോക്കലെന്ന് പറയുന്ന വാക്കേ തെറ്റാണ്. ആ നോക്കലെന്ന് വെച്ചാൽ നമുക്കിപ്പം എന്തെങ്കിലും ഒരു നീഡ് വരുമ്പോൾ അവരെ സഹായിക്കുക. സെപ്പറേറ്റാണ് ജീവിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ ലെറ്റ് ദം ടു, അവരുടെ ഇഷ്ടത്തിന് വിടുക. അല്ല പാരൻസുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ആദ്യമേ പറയുക, പിടിച്ചു വലിച്ചുകൊണ്ട് പോകാൻ നിൽക്കരുത്. അതൊരു ഗ്രൗണ്ടാണ്, അതറിയാമല്ലോ. അമ്മയും അച്ഛനെയും വിട്ടിട്ട് വരണമെന്ന് ആവശ്യപ്പെടുന്നത് ഇറ്റ്സ് എ ഗ്രൗണ്ട്. അപ്പോൾ അതെല്ലാം പ്യുവർലി പേഴ്സണൽ ആയിട്ടുള്ള ഡിസിഷൻ. ഇതൊക്കെ കല്യാണത്തിന് മുന്നേ സംസാരിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തുക. ഈ ജോയിൻറ്റ് ഫാമിലി ആയിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ എൻ്റെ പെർസ്പെക്റ്റീവ് ആണ്, എനിക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ വരുന്ന കേസസ് ആണെങ്കിലും ഈ ഫാമിലീസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകുമ്പോഴത്തേക്കും പ്രശ്നമില്ല. ലൈക്ക് അവരുടെ ഇടയിൽ സോൾവ് ചെയ്യേണ്ട കാര്യങ്ങളിൽ പുറത്ത് പോയി രണ്ട് ഫാമിലീസ് ഇടപെട്ട് അത് വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് ഉറപ്പായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേഷൻ ഗ്യാപ്പുണ്ട് ഭയങ്കരമായിട്ട്. ഇപ്പോൾ അച്ഛനും അമ്മയും ചിന്തിക്കുന്ന പോലെ അല്ല പുറത്തുനിന്ന് പഠിച്ച് അല്ലെങ്കിൽ പുറത്ത് വീട്ടിൽ വളർന്ന് ചിന്തിച്ച് വരുന്ന ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത്. അവളെന്താ അങ്ങനെ, ഇവളെന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് 24 മണിക്കൂർ അവരെ മുമ്പേ പോയിരിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ രീതി അനുസരിച്ച് ഒരു പെൺകൊച്ച് അവളുടെ വീട് അവളുടെ എല്ലാം കളഞ്ഞിട്ട് ഒരു ഫാമിലിയിലേട്ടേ വരുമ്പോൾ അവൾക്ക് യോജിച്ച ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഉണ്ട്. ആ വീട്ടിൽ വന്നിട്ട് അവളെ നമ്മളെപ്പോലെ ആക്കണേനേക്കാളും ഉപരി അവളെ ആദ്യം മനസ്സിലാക്കണം. അവൾ പുറത്തുനിന്ന് വരുന്ന ഒരു പെൺകൊച്ച് അവളുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവളെ എന്താണ് അവളുടെ ജീവിത രീതി. അതെല്ലാം ഞങ്ങളിങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും, അവൾക്ക് 5 മണിക്ക് ഇന്നത്തെ IT-യിലൊക്കെ പിള്ളേർ രാത്രി വരെ ജോലി ചെയ്തിട്ട് ചിലപ്പോൾ ലേറ്റായിട്ട് എഴുതിക്കും. അവളുടെ ഇഷ്ടത്തിന് വിടുക, അവളിൽ നിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഇരിക്കുക. അല്ലെങ്കിൽ ആ കുട്ടി ഭയങ്കര മാനസിക പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവരുടെ ഫാമിലി ലൈഫിൽ ഇഷ്യൂസ് വരും. ഇൻവോൾവ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അത്ര വലിയൊരു സീരിയസ് ഇൻവോൾവ്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട് എങ്കിൽ മാത്രം പാരൻസിനെ ഇൻവോൾവ് ചെയ്യിക്കുക. പാരൻസിൻ്റെ ചിന്താഗതികളും അവരുടെ രീതികളും ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്.